എന്ന് ചോദിച്ചുകൊണ്ടും KSRTCക്ക് കൊടുത്ത ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. 27/4/2024 യദുവിനെ ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ സർവീസ് ഉണ്ടായിരുന്നു, തൃശൂർ സർവീസ് സ്ഥലത്ത് ഒരു അറിയിപ്പൊന്നും ഉണ്ടാവുന്നവരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഒരൊറ്റ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് മാറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 2 മാസം അടുപ്പിച്ച് അവറായില്ല, 27-ാം തീയതി ആകുമ്പോൾ 2 മാസവും. ഒരു മനുഷ്യൻ 2 മാസമായിട്ട് ജോലി ചെയ്യുന്നില്ല, മറ്റു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആരെങ്കിലും അന്വേഷിക്കണ്ടേ? കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകുന്നു, മകൻ എങ്ങനെ സ്കൂളിൽ പോകുന്നു? ഇതൊക്കെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും ഈ നാട്ടിൽ കിട്ടേണ്ട സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണ്ടേ? ഒരു കേസിൽ അബദ്ധത്തില് വാദിയും പ്രതിയുമായി പോയെന്നുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജോലി കൊടുക്കാതിരിക്കുക, അദ്ദേഹത്തിന് വാദി എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക, അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രതിയാക്കി കുറ്റം ചുമത്തി അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കി കാണാൻ ശ്രമിക്കുക, ഇതൊക്കെ കേരളം പോലത്തെ ഒരു നാട്ടില് വളരെ അപലപനീയമാണ്. അതൊരിക്കലും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ നിയമസഭ നടക്കുമ്പോൾ ഈ ഏതു നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹത്തിന്റെ കേസിന്റെയും മറ്റു കാര്യങ്ങളുടെയും രേഖകൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് നേരിട്ട് കൈമാറി. എന്നിട്ട് ഒരു വാക്കുപോലും നിയമസഭയിൽ ഉന്നയിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. നമസ്കാരം. തന്റേതല്ലാത്ത ഒരു കുറ്റത്തിന് താൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യനാണ് തിരുവനന്തപുരത്തെ KSRTC ഡ്രൈവറായ യദു. ഒരു മനുഷ്യന്, അതായത് രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാത്ത, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പറല്ലാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും ഈ നാട്ടിൽ നിന്ന് പിഴച്ചു പോകാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായി മാറുന്നു പാവപ്പെട്ടവനായ യദു. ഈ 27-ാം തീയതി വരുമ്പോൾ യദുവിനെ KSRTC സർവീസിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് 2 മാസം തികയുന്നു. ഇയാൾ എങ്ങനെ ജീവിക്കുന്നു? ഏത് തരത്തിൽ എന്തെങ്കിലും മറ്റു വരുമാനങ്ങൾ ഇയാൾക്കുണ്ടോ? ഇയാളുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പൗരബോധമുള്ള സമൂഹം ചിന്തിക്കുന്നില്ല, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ചിന്തിക്കുന്നില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശത്ത് വെച്ച് തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ ബാലുശ്ശേരി MLA കൂടിയായ സച്ചിൻ ദേവും യദു ഓടിച്ചു കൊണ്ടുവന്ന KSRTC ബസ് തടയുന്നു. അവർക്ക് കടന്നു പോകുവാൻ സൈഡ് കൊടുത്തില്ല എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് തന്നെയാണ് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനും കൂടി സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച് യദുവിന്റെ വണ്ടി തടഞ്ഞത്, യദു ഓടിച്ചിരുന്ന KSRTC ബസിന്റെ ട്രിപ്പ് മുടക്കിയത്. എന്നാൽ ഈ കേസിൽ ഒരേ സമയം വാദിയും പ്രതിയും യദു ആയി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത്. കാശും സ്വാധീനവും ആൾബലവുമുള്ള MLAയും മേയറും കൂടി യദുവിനെതിരെ നീങ്ങുന്ന കാഴ്ച. ഇതിന് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ആഭ്യന്തര വകുപ്പും KSRTC വകുപ്പ് മന്ത്രിയായ അല്ലെങ്കിൽ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറുമെല്ലാം MLAയുടെയും ആര്യ രാജേന്ദ്രന്റെയും പക്ഷത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും സ്വാധീനമില്ലാത്ത, യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വമില്ലാത്ത വെറും ഒരു സാധാരണ പൗരൻ മാത്രമായ KSRTCയുടെ താൽക്കാലിക ജീവനക്കാരനായ യദുവിന് സർവീസിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ യദുവിനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് 2 മാസമാകുന്നു. ഇതിനെതിരെ ചോദ്യം ചെയ്യുവാൻ ഇവിടെ നീതി സംവിധാനങ്ങളൊന്നുമില്ല, സംവിധാനങ്ങളൊന്നുമില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അവരന്വേഷിക്കട്ടെ, കാര്യങ്ങൾ സമർപ്പിക്കട്ടെ, റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് നടപടിയെടുക്കാം എന്നാണ് കൈ കഴുകുന്ന മട്ടിൽ ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി KSRTC മന്ത്രിയായ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറും യദുവിനെ കൈയൊഴിഞ്ഞത്. ഒരു കാരണവശാലും ഒരു കോണിൽ നിന്നും തനിക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പായ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഇതിനെതിരെ ജനം സംഘടിക്കണം എന്നാണ് യദുവിന്റെ അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നത്. എന്താണ് ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഇതിന്റെ നീതി നിർവഹണത്തിൽ അല്ലെങ്കിൽ നിയമപാലനത്തിൽ എന്താണ് ഇത്രത്തോളം ഗുരുതരമായ പിഴവുകൾ ഉണ്ടാകുന്നത്? ഇന്ന് യദുവിനാണെങ്കിൽ നാളെ നമ്മളിൽ ആർക്കും ഇത് സംഭവിക്കാം. ഒരു ഭരണകൂടവും ആഭ്യന്തര വകുപ്പും പോലീസും മറ്റു സംവിധാനങ്ങളും എല്ലാം നിരാശ്രയനായ യാതൊരു തരത്തിലും ആരുടെയും പിൻബലമില്ലാത്ത ഒരു മനുഷ്യനെ, പാവപ്പെട്ട ഒരു KSRTC ഡ്രൈവറെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് അയാളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? KSRTCയിലെ ജോലി ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അതിനൊരു വിഘ്നം വരാതിരിക്കുവാൻ വേണ്ടി മറ്റ് ജോലികൾക്ക് അയാൾക്ക് പോകാൻ സാധിക്കുന്നില്ല. അത് നിയമപരമായ രീതിയിൽ എന്തെങ്കിലും കുറ്റകരമാവുകയാണെങ്കിൽ തന്റെ ഈ തൊഴിൽ കൂടി, അതായത് ഇപ്പം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന തൊഴിൽ കൂടി നഷ്ടമാകും എന്നുള്ള ഉദ്ദേശത്താൽ അയാൾ മറ്റു ജോലിക്ക് പോകുന്നില്ല. പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നു, കുട്ടിക്ക് പഠിക്കാൻ പോകണം, മറ്റു ചിലവുകളുണ്ട്. ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് പൗരസമൂഹം ചിന്തിക്കേണ്ടത് തന്നെയല്ലേ? മുൻ DGP സെൻകുമാർ അടക്കം യദുവിന്റെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നീതി നിയമ സംവിധാനങ്ങൾ അതിന്റെ വഴിക്ക് പോകും, ഞങ്ങൾക്കാകുന്നത് പോലെ ചെയ്യൂ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ യദുവിന്റെ അഭിഭാഷകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം.
എന്താണ് യദുവിനോട് നീതി സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ ഇത്രയും ക്രൂരതയോടുകൂടി പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യദുവിന് ആൾബലവും സ്വാധീനവും പണവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലവുമില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ അടുത്ത് യദു ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നിയമസഭയിൽ ഏതെങ്കിലും തരത്തിൽ യദുവിന് അനുകൂലമായി ശബ്ദിക്കുവാൻ പ്രതിപക്ഷ നേതാവിനും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിലെ ഭരണ സംവിധാനങ്ങളോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങളോ ആരും തന്നെ യദുവിന് അനുകൂലമായി യാതൊരു അക്ഷരം മിണ്ടുന്നില്ല, ഒരു നിയമ നടപടികളും കൈക്കൊള്ളുന്നില്ല. പോലീസ് ഇരുളിൽ തപ്പി നടക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കേസിൽ ഒരേ സമയത്ത് വാദികൻ പ്രതിയുമായി ഒരാൾ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യദുവിന്റെ അഭിഭാഷകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. യദുവിന്റെ കേസ് ഒന്നും ആയിട്ടില്ല. യദുവിന്റെ കേസ് എന്തെങ്കിലും ആകുമെന്ന് കരുതുന്നുമില്ല. യദുവിന്റെ കേസ് എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും, ഇവിടുത്തെ പോലീസും നിയമ സംവിധാനത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഭരണകൂടത്തിന്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങളടക്കം പ്രതികരിക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് കാണാം. അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഒരുപക്ഷെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ ഫസ്റ്റ് കമന്റിൽ ഇത് രണ്ടും ഉണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഏതായാലും കേസിന്റെ ഇന്നത്തെ നില എന്താണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ അഡ്വക്കേറ്റ് അശോക്, യദുവിന്റെ അഡ്വക്കേറ്റ്, നമ്മളോടൊപ്പം ഉണ്ട്. ഇനി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം, സമയം കളയണ്ട. ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക, മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ അംഗമാകുക. ഇന്ന് യദുവിനാണ് ഈ വിഷയം വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തർക്കും ആയിരിക്കും. അപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആള് വേണം, നമുക്ക് സംസാരിക്കാനും നമുക്ക് പ്രതികരിക്കാനും നീതി വാങ്ങിത്തരാനും ആള് വേണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും യദുവിന്റെ ഈ വിഷയത്തിൽ സഹകരിക്കുന്ന പ്രതീക്ഷയോടെ നമുക്ക് വക്കീലിന്റെ സംസാരത്തിലേക്ക് കടക്കാം. ഇതില് ഇപ്പൊ KSRTC കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നമുക്ക് വന്ന മറുപടിയാണ്. 27/4/2024 തീയതിയിൽ തൃശൂർ സൂപ്പർ ഫാസ്റ്റ് സർവീസ് പോയതിനു ശേഷം ശ്രീ യദു LH ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആയതിന് പ്രകാരം ശ്രീ യദുവിനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. 124 ദിവസം സർവീസ് നടത്തി 715 രൂപ ഡ്യൂട്ടി, കുടിശ്ശിക ഒന്നും തരാനില്ല. ഡ്രൈവറെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനാൽ സർവീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ക്വസ്റ്റ്യൻ. ഡ്രൈവറെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിനാൽ സർവീസ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാതെ മേയർ വണ്ടി തടഞ്ഞതിനകത്തല്ല സർവീസ് പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, നമ്മുടെ കേരള റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ തന്നിരിക്കുന്ന മറുപടി, നമ്മുടെ വിവരാവകാശത്തിനുള്ള മറുപടി. അപ്പൊ അവരും ആ ലൈനിലൂടെയാണ് അവരുടെ സഞ്ചാരം. KSRTC വരുത്തി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാര് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ടാണ് സർവീസ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് എന്നാണ് അവരുടെ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം തന്നെ നമുക്ക് ഏകദേശം വ്യക്തമാണ്. KSRTCയും പോലീസും ഒരേ തരത്തിലുള്ള ഒരേ സഞ്ചാര രീതിയിലാണ്, ഒരേ പദത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മേയറും MLAയും അതുപോലെ കുടുംബവും ചിത്രത്തിൽ നിന്ന് പെരിയെ ഔദ്യോഗികമായ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചീറ്റ്. അപ്പൊ യദുവിന്റെ പരാതി അവിടെ നിലനിൽക്കില്ല അങ്ങനെ വരുമ്പോ. അതെ, സംഭവം നടന്നത് യദു ആംഗ്യം കാണിച്ചു, എന്തോ ഒരു ആംഗ്യം കാണിച്ചു. ആ ആംഗ്യം കാണിച്ചത് കൊണ്ട് പൗരബോധമുള്ള ആൾക്കാരായ മേയറും MLAയും വന്ന് ബസ്സിനെ തടഞ്ഞു നിർത്തി. ഫർദർ ഒഫൻസ് ചെയ്യാതിരിക്കാനായിട്ട് ബസ്സിനെ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് വന്ന് അദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയത് കൊണ്ടാണ് ഈ പറയുന്ന ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇപ്പൊ KSRTC ഔദ്യോഗികമായി നമുക്ക് തന്നിരിക്കുന്ന മറുപടി. അതിനർത്ഥം ഈ അന്വേഷണത്തിന്റെ ദിശ എങ്ങോട്ടാണ് എന്ന് ഇപ്പൊ തന്നെ നമുക്ക് വ്യക്തമാവുന്നുണ്ട്. യദുവിന് ഒരു കാലത്തും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നീതി കിട്ടില്ല എന്ന് 100% ഉറപ്പായി കഴിഞ്ഞു. സർക്കാരിന്റെ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനം നീ കോടതി മാത്രമേ ഉള്ളൂ. പക്ഷെ കോടതിക്ക് താഴേക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ, ഒരിക്കലില്ല. കോടതിക്ക് അതിന്റെ പരിമിതികളില്ല. അതാ നമുക്ക് നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യങ്ങളുള്ളൂ. നിങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് കളവാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, പോലീസുകാർക്ക് തോന്നുകയാണെങ്കിൽ കളവാണെന്ന് പറഞ്ഞ് റിഫർ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്യും. ആ റഫർ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമല്ലേ നമുക്ക് അതിന്റെ പുറത്ത് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ്, നമ്മുടെ ഭാഗത്തുള്ള തെളിവുകളും
നമ്മളെ സാക്ഷികളൊക്കെ ഹാജരാക്കി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവരിപ്പോ അതിനും അവസരം തരാതെ അവര് അന്വേഷിക്കുന്നില്ല, ഡോർമൻ സിറ്റുവേഷനിൽ കിടക്കുന്നു, അന്വേഷിക്കുന്നില്ല. അന്വേഷണത്തിന്റെ രീതി തന്നെ മറ്റേ കേസാണ് ശരി, ഈ കേസ് കളവാണ് എന്നുള്ള രീതിയിലാണ് അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെ അന്വേഷിച്ചിട്ട് നമ്മുടെ കേസ് കളവാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് തരും, കോടതിയിൽ ഫയൽ ചെയ്യും, എന്നിട്ട് അവരുടെ അന്വേഷണം ക്ലോസ് ചെയ്യും. അങ്ങനെ അന്വേഷണം ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ യദുവിന് പുതിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ നടപടിക്രമം. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ തഴയിടാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ലാഗിങ് എന്ന് എനിക്ക് തോന്നുന്നത്. അത് അവർക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും. കാരണം സമയം പോകുന്നതനുസരിച്ച് എവിഡൻസ് നശിച്ചുകൊണ്ടിരിക്കും, സാക്ഷിമൊഴികൾ നശിച്ചുകൊണ്ടിരിക്കും, സാക്ഷികളെ കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ കുറഞ്ഞു വരും. ഇലക്ട്രോണിക് എവിഡൻസ് ഉണ്ട്. ഇലക്ട്രോണിക് എവിഡൻസ് സർവർ സൂക്ഷിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസ് കാലം കഴിയും തോറും നശിച്ചു പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ പോലീസ് അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതെല്ലാം കസ്റ്റഡിയിൽ എടുക്കണം. പക്ഷെ മേയറുടെ കേസില്, അതായത് മേയർ വാദിയായിട്ടുള്ള കേസിൽ അവർ ആ CCTV ഫുട്ടേജ്, ബസ് പോയിട്ടുള്ള CCTV ഫുട്ടേജ്, അതായത് എനിക്ക് തോന്നുന്നു പ്ലാമൂട്, PMG, സ്റ്റാച്യു, അതും ആ സ്ഥലങ്ങളിലുള്ള എല്ലാ CCTV ഫുട്ടേജുകളും ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ സാധൂകരിക്കുന്ന 65B ഇലക്ട്രോണിക് എവിഡൻസിന്റെ 65B സർട്ടിഫിക്കേഷൻ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ മെമ്മറി കാർഡ് കാണാനില്ലാതിരുന്ന ഒരു സ്ലോട്ട് ഉണ്ട്, ആ സ്ലോട്ട് വരെ ഇവര് റിക്കവറി നടത്തി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് ഈ 354A കേസിന് എന്ത് റിലവൻസ് എന്ന് എനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത്, അങ്ങനെയും പോലീസിന് അന്വേഷിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കേസിന്റെ അന്വേഷണം. പക്ഷെ എന്തുകൊണ്ട് ഇവരെ ഈ കേസ് അന്വേഷിക്കൂ? നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ അന്വേഷിച്ചിട്ട് ഈ കേസ് കളവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യും. ഇനി സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചാർജ് കൊടുക്കും. ഇത് രണ്ടും ചെയ്യാതെ അന്വേഷിക്കാതിരിക്കേണ്ട കാര്യം എന്താ? അത് ജനങ്ങൾക്കറിയണ്ടേ? കാരണം പല ജനങ്ങളും നേരിട്ടും അല്ലാതെയും എന്നോട് ചോദിക്കുന്നുണ്ട്, യദുവിനോട് ചോദിക്കുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. ജനങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്ത് സംഭവിച്ചു, ഈ കേസിന് എന്ത് സംഭവിച്ചു. ഈ കേട്ടോണ്ടിരിക്കുന്നവരുടെ മനസ്സിലും ഉണ്ടാവുന്ന ഒരേ ചോദ്യമാണ്, യദുവിന്റെ കേസിന് എന്ത് സംഭവിച്ചു. ഡിലേ വരുന്നത് അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാവാതിരിക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തോന്നലുണ്ടാക്കുക, യദുവിന്റെ കേസ് അവർ തമ്മിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് സമ്മർദ്ദം ഉണ്ടായിട്ട് യദു അല്ലെങ്കിൽ നമ്മൾ ഇതിന് പുറകെ പോകുന്നില്ലായിരിക്കാം. ഇങ്ങനെയാണ് ജനങ്ങൾ വിചാരിക്കുക. പലരിൽ നിന്നുള്ള അഭിപ്രായം കേൾക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ശരിക്കുമുള്ള വാസ്തവം, യദു ഏകദേശം ഒരു 3-4 പ്രാവശ്യം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ CI പോയി നേരിട്ട് കണ്ടു. സാറേ, എന്റെ അന്വേഷണം ഏതുവരെ എത്തി, എനിക്ക് ആരെയൊക്കെ സാക്ഷിമൊഴികൾ എടുത്തു, അല്ലെങ്കിൽ എനിക്ക് അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറയും. അപ്പം അദ്ദേഹത്തിന് ഒരു തരത്തിലും എന്റർടൈൻ ചെയ്യാത്ത രീതിയിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ ഇറക്കി വിട്ടത്. ഇടയ്ക്കൊരു പ്രാവശ്യം പോയപ്പോൾ പല മീഡിയ ചാനലുകാരും യദുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മള് അതേ പാരലൽ സമയത്ത് തന്നെ KSRTCയിലും അന്വേഷണ ഉദ്യോഗസ്ഥനും DGPക്കും ഒക്കെ RTI അനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ചോദിക്കുന്നുണ്ട്. കേസ് ഏതുവരെ എത്തി, ഈ മേയർക്കും സച്ചിൻ ദേവ് MLAക്കും എതിരെ മറ്റ് കേസുകളെല്ലാം തിരുവനന്തപുരം സിറ്റിയിലോ കോഴിക്കോടോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അവർ മറ്റു കേസുകളിലെ പ്രതികളാണോ, ഇനി അതുപോലെ ഈ യദുവിന് എന്തുകൊണ്ട് ജോലിയിൽ നിന്ന് പ്രവേശിപ്പിക്കാത്തതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചുകൊണ്ടും KSRTCക്ക് കൊടുത്ത ചോദ്യത്തിന്റെ മറുപടിയാണ് ഈ പറഞ്ഞത്. 27/4/2024 യദുവിനെ ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ, സർവീസ് ഉണ്ടായിരുന്നു, തൃശൂർ സർവീസ് അടുത്ത് ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഒരൊറ്റ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് മാറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 2 മാസം അടുപ്പിച്ചാവറായില്ല, 27-ാം തീയതി ആകുമ്പോൾ 2 മാസവും. ഒരു മനുഷ്യൻ 2 മാസമായിട്ട് ജോലി ചെയ്യുന്നില്ല, മറ്റു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ആരെങ്കിലും അന്വേഷിക്കണ്ടേ? ദിവസക്കൂലിക്കാരൻ. അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെ മുമ്പോട്ട് പോകുന്നു, മകൻ എങ്ങനെ സ്കൂളിൽ പോകുന്നു, ഇതൊക്കെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും ഈ നാട്ടിൽ കിട്ടേണ്ട സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണ്ടേ? ഒരു കേസിൽ അബദ്ധത്തില് വാദിയും പ്രതിയുമായി പോയെന്നുള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ജോലി കൊടുക്കാതിരിക്കുക, അദ്ദേഹത്തിന് വാദി എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക, അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രതിയാക്കി കുറ്റം ചുമത്തി അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കി കാണാൻ ശ്രമിക്കുക, ഇതൊക്കെ കേരളം പോലത്തെ ഒരു നാട്ടില് വളരെ അപലപനീയമാണ്. അതൊരിക്കലും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിലവില് KSRTC വിജിലൻസ് യദു കുറ്റക്കാരനല്ല, പ്രാഥമികമായി കുറ്റക്കാരനല്ല എന്നൊരു റിപ്പോർട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞു, ഒരു വാർത്ത പ്രചരിച്ചിരുന്നു തുടക്കത്തില്. അത് KSRTC മന്ത്രി അത് തള്ളിയിട്ടാണ്
മാറ്റി നിർത്തിയത് മെമ്മറി കാർഡ് അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പോലീസിനോട് പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ചോദിച്ചിരുന്നു? അങ്ങനെ എന്തെങ്കിലും? അല്ല, നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചത് എന്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു, എന്നിട്ട് തിരിച്ചെടുക്കാത്തത് എന്ത് എന്ന് ചോദിച്ചപ്പോ തിരിച്ചെടുക്കാത്തതെന്ന് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ചോദ്യമല്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. എന്തിന് മാറ്റി നിർത്തി എന്നുള്ള ഉത്തരം എക്സിക്യൂട്ടീവ് വിജിലൻസ് ഓഫീസർ പറഞ്ഞു, മാറി നിൽക്കാം, ഇനി ഒരു അറിയിപ്പുണ്ടായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ്റി നിർത്തി. ഇതേ വിജിലൻസ് ഓഫീസർമാർ തന്നെ ആ സംഭവം നടന്ന സമയത്ത് പ്രാഥമിക പ്രിലിമിനറി എൻക്വയറി നടത്തിയെന്നും ആ യാത്രക്കാരെ കണ്ടു ചോദിച്ചുവെന്നും ഏതോ കുറ്റക്കാരനല്ല എന്നും പറഞ്ഞ പല മാധ്യമങ്ങൾ പറഞ്ഞാലും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല? ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാ കാര്യത്തിലും ഇടപെടുന്ന മനുഷ്യനാണ്. 4000 രൂപ കൂടുതൽ സർവീസ് കിട്ടുമെന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞ സർവീസിൽ ഒറ്റ ദിവസം ഒറ്റ ഫോൺ കോളിൽ സർവീസ് ടൈം മാറ്റിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് കൂടെ പറ്റാത്ത ആളല്ല. ഇതിന്റെ ഒരു ഫാക്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരാളെ മാത്രം KSRTCയുടെ മുഖമാണ്, ഒരു ഡ്രൈവർ എന്നുള്ള രീതിയിൽ KSRTCയുടെ മുഖമാണ് അദ്ദേഹവും. അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു? അദ്ദേഹത്തിന് ഒരു കോടതി ഇന്നുവരെ ശിക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരു കോടതിയിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പിന്നെ ഇതേ രീതിയിൽ കേസിലെ പ്രതിയായിട്ടുള്ള മേയർ ജോലിക്ക് പോകുന്നുണ്ട്, MLA ജോലിക്ക് പോകുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അനുജൻ മേയറിന്റെ അനിയൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പണിക്ക് പോകുന്നുണ്ട്. പക്ഷേ അതേ രീതിയിൽ അതേ കോയിന്റെ മറ്റൊരു വശമായ ഈ പറയുന്ന ഡ്രൈവർ മാത്രം എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു? അദ്ദേഹം സംഘടിത ശക്തി അല്ലാത്തത് കൊണ്ടാണോ? അദ്ദേഹത്തിന് പിന്തുണയ്ക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണോ? അതോ ഈ പാവപ്പെട്ട കേരളത്തിലെ ജനതയായി പോയത് കൊണ്ട് മാത്രമാണോ അദ്ദേഹത്തിന് ഈ മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് എന്റെ സംശയം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കേരളത്തിലെ മലയാളികളായിട്ട് മുഴുവൻ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം എവിടെ നിന്ന് കിട്ടും എന്നതിലാണ് ഇപ്പോൾ സംശയം. ഭരണകൂടത്തിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിലെ നിയമ സംവിധാനത്തിൽ നിന്നും കിട്ടുന്നില്ല. നീതി സംവിധാനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കേണ്ടവരത് അവഗണിച്ച് കളയാണ്. ഇത് എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾ ഈ നാട്ടിൽ അനീതിക്കെതിരെ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു. ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിനകത്ത് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാകാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതും. ജനങ്ങൾ ഒന്നടങ്കം മുമ്പോട്ട് വരിക. അപ്പൊ ചോദിക്കും, ജനങ്ങൾ അങ്ങനെ മുമ്പോട്ട് വരും? ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊടിയുടെ കീഴിൽ ഇന്ന് ഒരാൾക്കാർ അണിനിരന്നിട്ടുള്ളൂ. ഇപ്പൊ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സണിന് വേണ്ടി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെ അണിനിരക്കും എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അതൊരു മാസ് മൂവ്മെന്റ് എന്നുള്ളത് പണ്ട് കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ജനറൽ കോസിന് വേണ്ടി. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവനവൻ ബുദ്ധിമുട്ടിലാകുമ്പോൾ അവനവൻ മാത്രമേ കാണുള്ളൂ. അത് നീതിയായിരുന്നാലും അനീതിയായിരുന്നാലും ഓരോരുത്തരും ബുദ്ധിമുട്ടിലാകുമ്പോൾ അവരവർ മാത്രമേ കാണുള്ളൂ. അതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ ചിന്തിക്കണം. ഇന്ന് എനിക്കാണ്, അല്ലെങ്കിൽ നാളെ മറ്റവനാണ്, അല്ലെങ്കിൽ നാളെ എന്റെ അടുത്തിരിക്കുന്നവനാണെങ്കിൽ അത് കഴിഞ്ഞ അടുത്ത ദിവസം എനിക്കായിരിക്കും ഈ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോ ജനകീയ കൂട്ടായ്മ എക്കാലത്തെയും വിജയമാണ്. രാഷ്ട്രീയ സംഘടനകൾക്കാട്ടി ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ജനങ്ങൾക്കാണ്. ജനങ്ങൾ ഒന്നിക്കേണ്ട സമയം കഴിഞ്ഞു. ജനങ്ങൾ ഒന്നിച്ചാൽ മാത്രമേ ഭാവിയിൽ കേരളത്തിന് രക്ഷയുള്ളൂ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ജനങ്ങളുടെ കൂട്ടായ്മ ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യം കൊണ്ടാണ്. ഈ നിയമസഭ നടക്കുമ്പോൾ ഈ ഏതു നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് പോയി കണ്ടു. അദ്ദേഹത്തിന്റെ കേസിന്റെയും മറ്റു കാര്യങ്ങളുടെയും രേഖകൾ പ്രതിപക്ഷ നേതാവിന് നേരിട്ട് കൈമാറി. എന്നിട്ട് ഒരു വാക്കുപോലും നിയമസഭയിൽ ഉന്നയിക്കാനായിട്ട് പ്രതിപക്ഷ നേതാവ് തയ്യാറായില്ല. 2, മറ്റ് സംഘടനകളായ ഇപ്പോ BJP ആയിരുന്നാലും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ, ഒന്നടങ്കം രാഷ്ട്രീയ സംഘടനകൾ ഇത്രയും വലിയൊരു അനീതി നടന്നിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്നോട്ട് വരുന്നില്ല. അതിന് കാരണം കൂടെ പറഞ്ഞുതരാം. ഓരോരുത്തരും ചോദിക്കുന്നത്, അദ്ദേഹം എന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ലല്ലോ, പിന്നെ എന്തിനു ഞങ്ങൾ പ്രവർത്തിക്കണം? രാഷ്ട്രീയക്കാര് കാണുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ അവകാശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അത് ആ പാർട്ടിക്കാർക്ക് മാത്രമേ അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് എന്നർത്ഥം. ആ ഒരു പാർട്ടിയിലും പെടാതെ സമൂഹത്തില് സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം നോക്കി ജീവിക്കുന്നവന് ആരുടെയും സപ്പോർട്ട് കിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ മെസ്സേജാണ് യദു എന്നൊരു യുവാവിന്റെ ഇവിടത്തെ ഈ അവസ്ഥ.